എപ്പിസോഡിലും എൻ്റെ ഹൃദയത്തെ ഒരുപാട് ആഴ്ത്തി സ്പർശിച്ച വചനങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുള്ളത്. ഇന്നും അത്തരം ചില വചനങ്ങളാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. 2 Corinthians chapter 4 verse 6-10 വചനം ഇപ്രകാരം പറയുന്നു: അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിവാക്കപ്പെടുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല; വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല; പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല; അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന വചനം എന്നെ ഒരുപാട് ആഴ്ത്തി സ്പർശിച്ചു. ഇതിനേക്കാളേറെ യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഇതെന്നെ ഒരുപാട് സ്പർശിച്ചു. മുമ്പ് പറഞ്ഞ വചനങ്ങൾ ഓരോന്നും ഒന്നിനൊന്നിന് സുന്ദരം തന്നെ. പക്ഷെ ഈ ഒരു വചനം വളരെ ആഴത്തിൽ സ്പർശിച്ചു. യേശുവിൻ്റെ ജീവൻ, ഇവിടെ പൗലോസ്ലീഹയുടെ കൂടെയുള്ള സഹോദരങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിലും ഞാൻ എന്നെ തന്നെ അവിടെ ആ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഈ ഒരു വചനം വായിക്കുമ്പോൾ, യേശുവിൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞാൻ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഇതൊരാഴത്തിൽ സ്പർശിക്കുന്നതാണ് അല്ലേ? യേശുവിൻ്റെ ജീവൻ നിലനിൽക്കാൻ ഞാൻ അവിടുത്തെ മരണം ഓരോ നിമിഷവും ഞാൻ സംഭവിക്കുകയാണ് എൻ്റെ ശരീരത്തിൽ. ഇതിനെ കുറച്ചും കൂടി ആഴ്ത്തി മനസ്സിലാക്കുന്നതാണ് ഇതിനു മുമ്പ് പറഞ്ഞ വചനങ്ങൾ ഓരോന്നും. മൺപാത്രത്തിലെ നിധി. നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു ലോകം, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം എല്ലാം നശ്വരമാണ്. ഒരു മൺപാത്രം പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും വീണോടയാം. അങ്ങനത്തെ ഒരു നശ്വരമായ ജീവിതത്തിൽ എന്താണ് അഹങ്കരിക്കാനുള്ളത്? എല്ലാം ആ പരമമായ ആ ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഈവൻ നമ്മുടെ ശ്വാസം പോലും, അത് ആ ഒരു നിമിഷം പോലും, ഒരു നിമിഷം മതി ഇതെല്ലാം അവസാനിക്കാൻ, അല്ലേ? നമുക്കറിയാത്ത സത്യമൊന്നുമല്ല, എങ്കിലും നമ്മൾ അറിയാതെ അറിഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നുണ്ട്. ഈ വചനം ശരിക്കും നമ്മുടെ അഹങ്കാരം ശമിപ്പിക്കാനൊക്കെയുള്ള ഒരു മരുന്നാണ്. ശരിക്കും ഞാനല്ല, എൻ്റെ പരമമായ ശക്തി ദൈവമാണ് എന്ന ബോധ്യം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്.